അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ഹാദിയുടെ വീട്ടിലെ ആ ദിവസം ജസീർ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കണം, അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. പക്ഷേ ഹാദിയ ഒട്ടും അതിന് സമ്മതിക്കുന്നേയില്ല. ഹാദിയ, ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കണം. എന്തിന്? അതെ, എൻ്റെ തറവാടിനെ വിചാരിച്ച്. എൻ്റെ തറവാട്ടിലേക്ക് എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ വേണം. അതിന് വേണ്ടിയിട്ട് അതിന് നീ സമ്മതിച്ചേ മതിയാവോ? ഓഹോ, അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു പാവയായി ഞാൻ എല്ലാത്തിനും നിന്ന് തരണം അല്ലേ? ഒരു ഭാര്യയായി അംഗീകരിക്കാൻ അങ്ങേക്ക് എന്നെ ആവില്ല അല്ലേ? പുറത്ത് മാത്രം, ഈ മുറിയുടെ പുറത്ത് മാത്രം ആണല്ലോ ഞാൻ ഭാര്യ. അതെ, അപ്പോൾ ആളുകളെ ബോധിപ്പിക്കുവാൻ വേണ്ടി. അതെ ഹാദിയ, അതെൻ്റെ അഭിമാന പ്രശ്നമാണ്. എന്ത് അഭിമാന പ്രശ്നം? നിങ്ങൾ ഒരു വേലക്കാരത്തിയുടെ മോളെ കല്യാണം കഴിക്കാൻ നിങ്ങളുടെ ഉമ്മ സമ്മതിച്ചു, അതും നിങ്ങളുടെ അഭിമാന പ്രശ്നമായിരുന്നു. പക്ഷേ ഒരു പെണ്ണിൻ്റെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത്. അത് ഓർത്തൂടെ ഒന്ന്? ആ പെണ്ണിൻ്റെ ജീവിതം എന്തിനു നശിപ്പിച്ചു നിങ്ങൾ? എന്നിട്ടൊന്ന് കണ്ടെത്തുവാൻ പോലും. അതെ, അതിൻ്റെ മനസ്സിൽ വേദന ഇല്ലായിട്ടല്ല. പക്ഷെ എന്ത് ചെയ്യും, ഞങ്ങളുടെ തറവാട്, അതെ ഞങ്ങളുടെ ബിസിനസ് ഗ്രൂപ്പ്, എല്ലാത്തിനും ആരുടെ ഇടയിലും ഒന്നുകൊണ്ടും ഞങ്ങൾ താഴാൻ പാടില്ല. അതെ, പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞുണ്ടായത് അറിയണം നാട്ടുകാരും അവിടെ എല്ലാവരും. അതിനു വേണ്ടിയിട്ട് മാത്രം നീ എനിക്ക്. ഓഹോ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ. ആദ്യം ഒട്ടും തന്നെ പേടിയില്ലാത്തന്നെ കാര്യങ്ങൾ പറഞ്ഞു. എന്തിന്? ആളുകളുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ. അല്ലാതെ ഒരിക്കൽ പോലും ഈ ഒരു മഹറിൻ്റെ വില പോലും നിങ്ങൾ കാണിക്കുന്നില്ല എന്നോട്. ഈ മഹർ നിങ്ങൾ എനിക്ക് കഴുത്തിൽ കെട്ടിയത് എന്തിനാ? ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? ഇത്രയും ദിവസം ഞാൻ ക്ഷമിച്ചു തന്നു. അതെ, എനിക്ക് ഒരിക്കൽ പോലും എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത കാഴ്ചകൾ എനിക്ക് കാണേണ്ടി വന്നു. അതെല്ലാം ക്ഷമിച്ചത് ഞാൻ ഒന്നുകൊണ്ടുമല്ല. അതെ, എൻ്റെ ഉസ്താദ് എന്നോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഉസ്താദിൻ്റെ വാക്ക് കേട്ടിട്ട് മാത്രമാണ് ഞാൻ നിന്നത്. ഉസ്താദോ? ഏതുസ്താദ്? അതെ, എന്നെ പഠിപ്പിച്ച എൻ്റെ ആഷിഖ് ഉസ്താദ്. അദ്ദേഹം എൻ്റെ വിവാഹം അടുത്തു എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഉപദേശങ്ങൾ എനിക്ക് നൽകി. അതെ, ക്ഷമിക്കണം മോളെ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു, ക്ഷമിച്ചാൽ നിനക്ക് വിജയമുണ്ടാകും എന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ ഒരാളോട് പോലും ഈ ഒരു രഹസ്യം പറയാതെ. അതെ, ഞാൻ എൻ്റെ വീട്ടുകാരോടൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ ഉസ്താദിൻ്റെ വാക്ക് മാത്രം കേട്ട് നിന്നു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു കുഞ്ഞ് വേണം, അത് അത്യാവശ്യമാണ്. എന്നിട്ട് കുഞ്ഞിനെ എനിക്ക് തൊടാൻ പറ്റുമോ? കുഞ്ഞിനെ നിനക്ക് തൊടാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ആവശ്യമുള്ളപ്പോൾ മാത്രം. അത് ആളുകളുടെ മുമ്പിലൊക്കെ ഓക്കെ, അല്ലാത്തപ്പോൾ എൻ്റെ കുഞ്ഞായിരിക്കും. അത് നിനക്ക് കൂടുതലായിട്ട്. ഓഹ്, മനസ്സിലായി. നിങ്ങളുടെ എല്ലാം കളികൾ മനസ്സിലായി. നിങ്ങളും നിങ്ങളുടെ ഉമ്മയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? ദേ, അനാവശ്യം പറയരുത്. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അതെ, എൻ്റെ ബിസിനസ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആളുകൾ വരും, ചോദിക്കും. അപ്പോൾ എനിക്കൊരിക്കലും ഒരു മോശം ഉണ്ടാവരുത്. അതെ, പെട്ടെന്ന് ഗർഭിണിയായി കഴിഞ്ഞാൽ 10 മാസം കഴിഞ്ഞാൽ പ്രസവിച്ചാൽ അവർക്കെല്ലാം അതിനുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ, കുട്ടിയുടെ മുടികളച്ചിൽ, അതിൻ്റെ ഇറച്ചി കൊടുക്കൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഘനഗംഭീരമായി നടത്തണം. ഒട്ടും തന്നെ മോശം വരുത്താൻ പാടില്ല. എന്താ? എന്തിനു വേണ്ടിയിട്ട് നിങ്ങളീ പെണ്ണുങ്ങൾ ഇങ്ങനെ ചതിക്കുന്നു? നിങ്ങൾ ഒരാണാണെങ്കിൽ നിങ്ങൾ ആയിഷയെ കണ്ടുപിടിക്കണം, അവളെ പോറ്റണം. അതെ, നിങ്ങൾക്കുള്ള കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ട്. ആ കാര്യം നിങ്ങൾ മറന്നു കഴിഞ്ഞോ? നിങ്ങൾ ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണല്ലോ. ഹാദിയ, കൂടുതൽ സംസാരിക്കേണ്ട. ഇത് നിന്റെ വീടാണ് എന്ന ധൈര്യത്തിൽ നീ ഒരുപാടങ്ങ് സംസാരിക്കേണ്ട. അതെ, ഞാനും നിന്റെ വലിയ എളിയനും തമ്മിലുള്ള ഒരു ടൈപ്പുണ്ട്. അതൊക്കെ അങ്ങ് തകർത്ത് കളയും ഞാൻ. മനസ്സിലായല്ലോ? കുറച്ച് അല്പം പതുക്കെ നിശബ്ദമായി സംസാരിക്കണം. അതെ, ഇവിടെ നിന്ന് എത്രയൊക്കെ തന്നെ ഒച്ചിട്ടാലും ആരും കേൾക്കാൻ പോകുന്നില്ല. എൻ്റെ ഈ വീടിൻ്റെ മുകളിലത്തെ നില അത്രക്കും സേഫ്റ്റി ആൻഡ് സെക്യൂറാണ്. അതെ, ആരും ഒന്നും ശ്രദ്ധിക്കാനും പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ചതി
ഒരു പെണ്ണിനും വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എൻ്റെ അരികിലേക്ക് അടുക്കാനേ പാടില്ല. ഹാദിയ, പറഞ്ഞനുസരിക്കാണ് നീ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേൾക്കാൻ നീ നിൽക്കൂലേ? അതെ, നിങ്ങളുടെ ഈ ഒരു വേണ്ടാത്ത പ്രവൃത്തിക്ക് ഒരിക്കലും ഞാൻ കൂട്ടു നിൽക്കില്ല. ഹാദിയ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എനിക്ക് ബലമില്ലെന്ന് നീ വിചാരിക്കരുത്. എൻ്റെ കൈകളുടെ ശക്തി നീ അറിഞ്ഞിട്ടില്ല. അതൊക്കെ ഞാൻ അറിഞ്ഞതാണ്. അതെ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോടിത് പറയുന്നത്. അതും പറഞ്ഞുകൊണ്ട് അവളതാ പുറത്തേക്ക് വാതിൽ തുറന്ന് പോകുവാൻ ശ്രമിക്കുമ്പോൾ എങ്ങോട്ടാ? അവൻ്റെ ശക്തമായ കൈകൾ അതാ വാതിലിൽ വെച്ചു. എങ്ങോട്ടാ ഹാദിയ? നീ എന്നെ അങ്ങനെ അങ്ങ് പേടിപ്പിച്ച് പോയാലോ? നിൻ്റെ ഈ കഴുത്തിൽ കിടക്കുന്ന ഈ മഹർ, ഇത് ഞാൻ കെട്ടിത്തന്നതാണ്. ഇതിലെനിക്ക് അവകാശമുണ്ട്. അതെ, ഞാൻ മഹർ ചാർത്തിയ പെണ്ണാണ് നീയെ. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തൊക്കെ തന്നെയായാലും ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ ആര് ചോദിച്ചാലും ഒന്നും പറയാനില്ല. നീ എൻ്റെ ഭാര്യയാണ്. നീ എൻ്റെ ഭാര്യസ്ഥാനത്ത് നിൽക്കുന്നതാണ്. അല്ല, ഭാര്യസ്ഥാനത്ത് അഭിനയിക്കുന്നവളാണ്. അതല്ലേ എൻ്റെ ശരി? അങ്ങനെയെങ്കിൽ അങ്ങനെ അഭിനയിക്കണം ഇതും കൂടി. അതെ, എൻ്റെ കുഞ്ഞിൻ്റെ ഉമ്മയായിട്ട് അതുറപ്പായിട്ടും അഭിനയിച്ചേ മതിയാവും. അവൻ ദേഷ്യത്തോടെയാണത് പറഞ്ഞത്. റബ്ബേ! എന്നാൽ ഹാദിയ ഒരു നിമിഷം പറഞ്ഞു, എനിക്കിഷ്ടമല്ല, തൊട്ടു പോകരുത് എൻ്റെ ശരീരത്തിൽ നിങ്ങൾ. ഒരിക്കലും എനിക്കിഷ്ടമല്ല. നിങ്ങൾ അത്രക്കും നീചന്മാരായ ആളുകളാണെന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായി. അതെ, ആദ്യ ദിവസം തന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ എന്നോട് നിങ്ങളുടെ അനിയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. പക്ഷെ ഞാനത് അവിടെ വെളിപ്പെടുത്തുന്നില്ല. അത്രക്കും നിങ്ങളുടെ ഒരു മോശം കൊണ്ട് മാത്രമാണ് അവന് എന്നോട് ചോദിച്ചത്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുകേട് കൊണ്ട് എന്നോടുള്ള പെരുമാറ്റം അവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയായിരിക്കും അവൻ അങ്ങനെ എന്നോട് ചോദിച്ചത്. എനിക്ക് നാണക്കേട് തോന്നുന്നു. വല്ലാത്തൊരു അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ എനിക്ക് വേണമെന്നുള്ളത്. നോ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ആയിഷയുടെ അല്ലേ? എന്നാൽ എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. അത് നിങ്ങൾ കേട്ടേ തീരൂ. അത് ഒരിക്കൽ പോലും എനിക്ക് വിവാഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിന് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. നീ എന്തീ പറയുന്നത്? അതെ, ഞാൻ പറയുന്നത് കേൾക്കണം നിങ്ങൾ. എനിക്കിഷ്ടമുള്ള ഒരാളുണ്ട് ഈ ലോകത്ത്. അതെ, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനാണ് ഇപ്പോഴും താല്പര്യം. പിന്നെ എൻ്റെ ഉപ്പയുടെയൊക്കെ ആഗ്രഹമല്ലെന്ന് കരുതിയിട്ട് ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ കഴുത്ത് നീട്ടി തന്നാണ് മഹർ ചാർത്തുവാൻ വേണ്ടിയിട്ട്. ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇങ്ങനൊരു ജീവിതം. എനിക്ക് ഇസ്ലാമികമായ രീതിയിൽ ജീവിക്കണം. നിങ്ങളുടെ വീട്ടിലെ ഫാഷനും കാര്യങ്ങളും അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓഹോ, അപ്പോൾ നീയും എൻ്റെ മുമ്പിൽ അങ്ങ് അഭിനയിച്ച് തകർത്തു അല്ലേ? അതെ, ഞാനും അഭിനയിക്കുക തന്നെ ചെയ്തു. പക്ഷേ എൻ്റെ ജീവിതമായിരുന്നു അത്. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അഭിനയിക്കേണ്ടി വന്നു എനിക്ക്. പക്ഷേ നിങ്ങൾ ഇത്രക്കും ഒരു ക്രൂരനാവുമെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല. എന്നിട്ട് എവിടെ അവന്? അതൊന്നും ഞാൻ പറയില്ല. എന്തിനാ ഞാൻ പറയുന്നത്? എൻ്റെ മനസ്സിലേക്ക് ഒരു ആള് വന്നിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല. എനിക്കിപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ തന്നെയാണ് ഇഷ്ടം. ആദ്യ അടിച്ച് ഞാൻ പൊളിക്കുന്നു എൻ്റെ മുഖം. ഓർത്ത് സംസാരിച്ചോ. ഈ ആരോടെ സംസാരിക്കുന്നത്? ഞാൻ നിൻ്റെ ആരാ? അതെ, എൻ്റെ അഭിനയിക്കുന്ന ഭർത്താവ്, അല്ലാതെ ആരാ? അവൾ ധൈര്യത്തോടെ മറുപടി പറഞ്ഞു. ഒരു നിമിഷം അവളുടെ ആ വാക്കുകൾക്ക് മുമ്പിൽ അവനൊന്ന് പതറിപ്പോയി. ഹാദിയ, നിനക്കല്പം കൂടുന്നുണ്ട് അഹങ്കാരം. നിന്റെ വീട്ടിലായതിൻ്റെ അഹങ്കാരമായിരിക്കുമല്ലേ? ഒരിക്കലുമല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. എവിടെയായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. കുറേയൊക്കെ സഹിച്ചില്ലേ? ഇനി കഴിയൂല. അതെ, എന്താ നിങ്ങളുടെ പ്ലാനിങ്? ഒരിക്കൽ പോലും ഹാദിയ അവൻക്ക് വിട്ടുകൊടുത്തില്ല. അതെ, അവൻക്കിപ്പോൾ അവൻ്റെ രക്തത്തിൽ പറഞ്ഞൊരു കുഞ്ഞ്, അതാണ് വേണ്ടത്. പക്ഷേ ഹാദിയ അപ്പക്കപ്പം തന്നെ മറുപടി ചുട്ടപ്പം പോലെ അതാ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് അല്പം അഹങ്കാരം കൂടിയിട്ടുണ്ട് ഹാദിയ. എന്നാൽ നേരം വെളുക്കുന്നവരെ അവളും എതിർത്തു തന്നെ നിന്നു. അവൻ എങ്ങനെയെങ്കിലും അവളെ ഗർഭിണിയാക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ
അവൾ ശക്തമായി എതിർക്കുകയായിരുന്നു. എന്തിന്? എന്നോട് സ്നേഹമില്ലാത്ത ഒരാളെ എന്തിന് ഞാൻ? എന്താ ഇത്? വാടക ഗർഭപാത്രമോ? ഞാൻ മാന്യമായി അയാളുടെ നിക്കാഹ് കഴിഞ്ഞ ഭാര്യയായി അയാളുടെ കൂടെ വന്നിട്ട് എന്നെ മൈൻഡില്ല. അതെ, മറ്റു സ്ത്രീകളൊക്കെ കുറിച്ച് ചിന്തകൾ. ആയിക്കോട്ടെ, ഓക്കെ, എന്നാൽ എന്നോട് തുറന്നു പറഞ്ഞൂടെ? ഇത് അതുമില്ല, എന്നെ ആകെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ. ഹോ, മടുത്തു പോയി. ഇനി എന്നെ അതിന് കിട്ടില്ല. ഹാദിയ, നീ വരുന്നുണ്ടോ ഇല്ലയോ? ഏയ്, എന്നോടെന്താ പറഞ്ഞത്? എൻ്റെ ബെഡിൽ ഇരുന്ന് പോകരുതെന്ന്. അല്ലേ, ബെഡിലിരിക്കാൻ ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഞാൻ ദയനീയമായി അവിടുന്ന് എഴുന്നേറ്റ് രംഗം. അതൊന്നും ഞാൻ മറക്കില്ല എൻ്റെ ജസീർക്ക. എന്തായാലും വേണ്ടിയില്ല. ഏകദേശം അതാ സുബിഹോട് അടുക്കുന്നു. അയാൾ വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട് അവളെ വിളിക്കുന്നു. എന്നാൽ അവൻ്റെ കൂടെ ഒന്ന് ഇരിക്കുവാനോ കിടക്കുവാനോ അവൾ പോയില്ല. അവൾ അവിടുത്തെ പഴയ രീതിയിൽ തന്നെ നിന്നു. സുബിഹ്വാങ്ക് അതാ കേൾക്കുന്നു. ആ വീടുണർന്നു. അവൾ വേഗം തന്നെ അതാ പുറത്തേക്ക് ഇറങ്ങി നിസ്കാര റൂമിൽ പോയി നിസ്കരിച്ചു. മോളെ, ഉമ്മ വിളിച്ചു. മോളെ, ജസീർ മോൻക്ക് ചായ കൊടുക്ക്. ചായക്ക് കൊടുക്കാം. അപ്പോഴേക്കും ഉമ്മ ചായയും പലഹാരങ്ങളും എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. മോളെ, ഇത് കൊണ്ടുപോയി കൊടുക്ക്. ആ, ഇങ്ങോട്ട് വന്നോളൂ. എന്താ മോളെ, പുയ്യാപ്പിളല്ലേ? പുതിയാപ്പിളാവുമ്പോൾ നമ്മൾ ബഹുമാനിക്കണ്ടേ? അവർക്ക് വേണ്ടത് കൊണ്ടു കൊടുക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇങ്ങോട്ട് വന്നോളുമ്മ. എന്താ ഇപ്പം മുകളിലേക്ക് കയറ്റിക്കൊണ്ടേ കൊടുക്കാന്? കാലുകൊണ്ട് സുഖമില്ലായിരുന്നില്ലല്ലോ. എന്താ മോനെ, നീ അങ്ങനെയൊക്കെ എന്താ മോളെ പറയാൻ പാടുണ്ടോ? നിന്നെ കെട്ടിയ ആളല്ലേ, അങ്ങനൊന്നും പറയില്ല മോളെ. ഉമ്മ ഇങ്ങോട്ട് വന്നോളും. എന്നാൽ ഉമ്മ മോനെ മോനെ ജസി, ഉമ്മ വിളിച്ചത് അവൻ കേട്ടു. ആ ഉമ്മ, മോനെ വാ. അവളോട് എത്ര പറഞ്ഞുവെന്നോ ചായയും കടിയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി എടുക്കാൻ. അല്ലമ്മ, ഞാൻ അങ്ങോട്ട് വരാം. അവൻ നല്ല രീതിയിൽ നല്ല കുട്ടിയായിക്കൊണ്ട് അത് അവിടെ ഇരുന്നു. അത് ഉമ്മ നല്ല ചുടുപാലും അതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ എന്തൊക്കെ വെറൈറ്റി ഐറ്റംസ് ഉള്ളതും കോഫിയും എല്ലാം കൂടിയാണ് കൊണ്ടുവന്ന് വെച്ചത്. ഓഹ്, അവനത് കഴിക്കാനിരിക്കുമ്പോഴും ഹാദിയെ നോക്കുകയായിരുന്നു. ഹാദിമോൾ എവിടെയാണവോ? അവളെവിടെയാണവോ? മോൻ കഴിക്ക്, ഓള് വന്നോളും. എന്നാൽ ഹാദിയ അതാ പെട്ടെന്ന് അങ്ങോട്ടും എത്തി. ആ ഇക്ക, ഓ ഇക്കാന്ന് ഞാനിങ്ങനെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇതിന് എത്തിയോ? ഇക്ക വേഗം ചായ എടുക്കിട്ടോ. നല്ല ഇക്കല്ലേ. വേഗം ചായ കുടിച്ചോളി. ഇതാ പാലുണ്ട്, കോഫി ഉണ്ട്, ചായ, എന്തൊക്കെ ഐറ്റംസ് അമ്മ ഉണ്ടാക്കിക്കണേ. വേഗം കുടിച്ചോളി. സ്നേഹത്തോട് ജസീറിനോട് അവൾ പറയുന്നു. എന്നാൽ ജസീറിന് മനസ്സിലായി ഇതെന്നെ കളിയാക്കുന്ന രീതിയിലാണെന്ന്. കാരണം അവിടെ നിന്ന് അവൾക്ക് ഞാൻ കൊടുത്ത എല്ലാ പണികളും അവൾ എനിക്ക് ഇവിടെ നിന്ന് തരുന്നുണ്ട്. അതെ, എൻ്റെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ ഞാൻ അവളോട് സ്നേഹത്തോടെ തൊട്ടുരുമ്മിക്കൊണ്ട് അവളോട് പെരുമാറിയിരുന്നു. എന്നാൽ ഇവിടുന്ന് ഇതാ അപ്പോഴേക്കും അവളുടെ ജ്യേഷ്ഠത്തിമാരും എല്ലാം വന്നു. ഇക്ക, ഇത് കുറച്ചുകൂടി കഴിക്കേ. എന്താ ഇക്ക? എല്ലാവർക്കും തോന്നി, ഓ നല്ല സ്നേഹം അല്ലേ അവർ തമ്മിൽ. ശരിക്കും അവനക്ക് മനസ്സിലായി, അതെ എനിക്കുള്ള പണി തന്നെയാണ് അവൾ തരുന്നതെന്ന്. അവൾ നല്ല രീതിയിലാണ് എല്ലാവരുടെയും ഇടയിൽ നിന്ന് എന്നോട് പെരുമാറുന്നത്, ചിരിക്കുന്നതും കളിക്കുന്നതും. പക്ഷെ റൂമിൽ നിന്ന് അവൾ അത്രക്കും ദേഷ്യത്തിലായിരുന്നു എന്നോട് നിന്നിരുന്നത്. അതെ, തലേന്ന് രാത്രി റൂമിൽ ഉണ്ടായിരുന്ന അവളാണെന്ന് കണ്ടാൽ പറയുകയേയില്ല. ഇപ്പോഴിതാ സ്നേഹം വാരിക്കോരി നൽകുന്നു. അവൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായി തുടങ്ങി. അതെ, ഞാൻ അവൾക്ക് കൊടുത്തതിൻ്റെ ഇരട്ടിയാണ് അവൾ എനിക്ക് നൽകുന്നത്. ചായ കുടിച്ച് അവൻ ബാൽക്കണിയിലെ ആ ഒരു സോഫയിൽ വന്നിരുന്നു. തൊട്ടടുത്ത് ഹാദിയയും. അങ്ങനെ അതാ ഹാദിയ ഫോൺ എടുക്കുന്നു. ഉസ്താദിന് ആദ്യം അയച്ച മെസ്സേജുകൾ, ഉസ്താദ് തനിക്ക് തിരികെ അയച്ച മെസ്സേജുകൾ അവൾ കേൾക്കുന്നു. ആ മോളെ ഹാദിയ, പിന്നെ എന്തൊക്കെ തന്നെയാലും നല്ല ജീവിതം നിനക്ക് ഉണ്ടാകട്ടെ കേട്ടോ. ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നുണ്ട്. എന്തായാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ക്ഷമിക്കണം കേട്ടോ. കാരണം ജീവിതം എന്ന് വെച്ചാൽ അത് തുടക്കത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ക്ഷമയില്ലാത്ത രീതിയിൽ പെരുമാറാൻ പാടില്ല. നല്ല രീതിയിൽ ക്ഷമിച്ച് ജീവിക്കണം കേട്ടോ. മോൾക്ക് വേണ്ടി ഞാൻ പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, അത് അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ വോയിസ് പ്ലേ ചെയ്തു. അവൻ ഒരു നിമിഷം, ആരടിയത്, ആരാണെന്ന് പറഞ്ഞത്? അതിൻ്റെ ഉസ്താദ്. ധൈര്യത്തോടെ അവൾ പറഞ്ഞു. ഉസ്താദ്? ഏത് ഉസ്താദ്?
വിവാഹത്തിന് ശേഷം ഇങ്ങനെ ഉസ്താദ് മെസ്സേജ് അയക്കുകയാണോ? അതല്ല, അത് അതിനു മുമ്പേ അയച്ച മെസ്സേജാണ്. ഓ, അപ്പോൾ ഇനിയും നിർത്താനായിട്ടില്ലേ? നിർത്താനായിട്ടില്ല. എനിക്ക് എൻ്റെ ഉസ്താദിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ മനസ്സിലെ ദുഃഖങ്ങളും വിഷമങ്ങളും എനിക്ക് പറയണം. അല്ലാതെ ആരോട് പറഞ്ഞാലും ആരും അംഗീകരിക്കില്ല. എടീ, എന്തിനാ നീ എന്നെ ഇങ്ങനെ? അതെ, നിങ്ങൾ എനിക്കൊരു ഡയറി തന്നിരുന്നല്ലോ. അത് നിങ്ങൾ ഷാനിയുമായി അവിടെ ഹണിമൂണ് പോയപ്പോൾ റിസോർട്ടിൽ സല്ലപിച്ചിരുന്നല്ലോ. അതൊക്കെ ഞാൻ കണ്ടതാണ് നേരിൽ എൻ്റെ കണ്ണുകൊണ്ട്. ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, അത് നിങ്ങൾ മറക്കരുത്. അതെ, ഞാനും ഒരു പെണ്ണാണ്. എനിക്കുമുണ്ട് വികാര വിചാരങ്ങൾ. എനിക്കെല്ലാം അത് അറിയുന്നുണ്ട്. എനിക്ക് കാണാൻ കഴിയായിട്ട് ഞാൻ കണ്ണു പൊത്തുകയായിരുന്നു. എന്തൊക്കെയായിരുന്നു? അതെ, ഇനി ഒരിക്കലും അവൾ നിങ്ങളുടെ അരികിലേക്ക് വരില്ല. അതെന്താ? ഞാൻ വിളിച്ച് അവൾ വരും. ആര് പറഞ്ഞു? നിങ്ങളൊന്ന് വിളിച്ചു നോക്കിക്കേ. ഓ പിന്നെ നീ അങ്ങ് പറഞ്ഞ്. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുണ്ട്, അവരുടെ അടുത്തേക്ക് ഞാൻ പോകും. അല്ലാതെ നീ എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഓ അങ്ങനെയാണല്ലേ? അങ്ങനെയാണെന്നതിന് കുഴപ്പമില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നടന്നോളൂ. പക്ഷേ എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കേണ്ടി വരും. അത് എന്തായാലും ഉറപ്പായാലും. ശരിക്കും ജസീറിന് ഹാദിയ നല്ലൊരു പണി തന്നെയാണ് കൊടുത്തത്. അതെ, ആഷി ഉസ്താദിൻ്റെ വോയിസ് അവൻ്റെ ചെവിയിലേക്ക് തുളച്ചു കയറി. ഏതാണ് അവനെൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ആയി. അതെ, ഞാൻ നിങ്ങൾ ആയിഷയെക്കുറിച്ച് പറഞ്ഞപ്പോഴൊന്നും ഞാനൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അവരെ എത്തിയിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം, ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൊയ്ക്കോളാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ സമ്മതിച്ചതുമാണ് അല്ലേ? പിന്നെ ആളുകളുടെ ഇടയിൽ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ട്രോഫി വൈഫ്, ഒരു ട്രോഫി പോലെ, അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെ ഞാൻ നിന്ന് തരികയും ചെയ്യും. എന്നാൽ എനിക്കും അങ്ങനെ തന്നെ. എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. അയാളുടെ കൂടെ മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. നിങ്ങൾ എൻ്റെ ട്രോഫി ഭർത്താവ്, അതെ, ആളുകൾ കാണാനുള്ള ഭർത്താവ്. ശരിക്കും അയാൾക്ക് കലി കയറി തുടങ്ങി. എടീ, നീ എന്നെ ശരിക്കും പരിഹസിക്കുകയാണല്ലേ? അതെ, ജസീർ ശരിക്കും പെട്ട പോലെയായി. തൻ്റെ ഭാര്യ ചില്ലറക്കാരിയല്ല എന്നുള്ള കാര്യം ജസീറിന് മനസ്സിലായി തുടങ്ങി. എന്നാൽ ഹാദിയ ആ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമോ? നമുക്ക് നോക്കാം. മോളെ, ചായ കുടിച്ചോ? ആ, ഇതാ നാസ്തയ്ക്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. മോനെ ജെസ്സി, വാ ഇവിടെ ഇരിക്കൂ. മനമില്ലാ മനസ്സോടുകൂടി അവനിരുന്നു. ഭക്ഷണം കഴിച്ചു. എല്ലാവരും അവനോട് ഓരോ സംസാരങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. ഹാദിയ, എന്നാൽ പോവാൻ നോക്കിയാലോ? അവൻ്റെ ആ വാക്ക് എങ്ങോട്ട് അവൾ അറിയാത്ത രീതിയിൽ പറഞ്ഞു. അത് നമുക്ക് പോകണ്ട പിന്നെ. ആ, ഇക്കയുടെ തറവാട്ടിലേക്ക് അല്ലേ? അഭിനയിക്കുന്ന ഭാര്യയും, അതെ, ആ ഭാര്യയിലുണ്ടാകുന്നൊരു കുഞ്ഞും, അതിനു വേണ്ടിയിട്ടല്ലേ ഇനി അടുത്ത പരിശ്രമം. എന്നിട്ട് ആ തറവാട്ടിലൊരു പേരക്കുട്ടി ഉണ്ടായ കഥ, വീരകഥ മുഴക്കാൻ അല്ലേ? ഭാര്യയുടെ സ്ഥാനം പോലും എനിക്ക് നൽകാതെ. ഒരു നിമിഷം അവന് ഞെട്ടിപ്പോയി. നീ എന്തൊക്കെയാ പറയുന്നത്? ആളുകൾ കേൾക്കും, മിണ്ടാതിരിക്കുക. ഓ അങ്ങനെ. ഇല്ല, ഞാനൊന്നും മിണ്ടുന്നില്ല. തൽക്കാലം നിങ്ങൾ പോയിട്ട് വരി. ആയിഷയെ കണ്ടുപിടിച്ചിട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം തുടങ്ങിക്കോള്. അല്ലാതെ ഈ കാര്യത്തിലൊന്നും സ്വന്തം ഉമ്മയെ എങ്ങനെ പേടിച്ച് നിൽക്കുന്നവർ ആണല്ല. മനസ്സിലായിക്കോളി. ഒരു പെണ്ണിനെ ഗർഭിണിയാക്കാൻ നിങ്ങൾക്ക് കഴിയും, പക്ഷെ പോറ്റാൻ കഴിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. അതെ, ഒന്ന് ആ ആയിഷയെക്കുറിച്ച് എന്തിനു നന്ന്? നിങ്ങൾക്കൊരു ആണാണോ? അത് ശരിക്കും അതാ അവൻ്റെ മനസ്സിൽ ആഴത്തിൽ കൊണ്ടു. നിങ്ങൾ ഒരു ആണാണോ എന്നുള്ള ആ ഒരു വാക്ക്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും ഹാദിയ ചെയ്യുന്നത്? അവൾ അവളുടെ ഭർത്താവിൻ്റെ കൂടെ പോകുമോ അതോ വീട്ടിൽ നിൽക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.